നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ച്, അതിൽ തന്നെ ഹമാസിനെയും ഭീകരവാദത്തെയും സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് തത്വമൈ ന്യൂസിൽ കുമാർജി വിശദമായിട്ട് ഇതിനോടകം തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകരൊന്ന് കാണുക. അപ്പോൾ ആ പ്രസംഗത്തിൽ ഈ ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല എൻ്റെ വിഷയം. ചില രസകരമായ, ചില കൗതുകകരമായ പരാമർശങ്ങൾ അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തുകയുണ്ടായി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അത് പൊതുവേദികളിലാകട്ടെ ഇത്തരത്തിലുള്ള ഒരു സഭകളിലാകട്ടെ, അദ്ദേഹം ഒരിക്കലും ഒരു ലക്ഷ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയോ അല്ലാതെ ഒരു പരാമർശവും നടത്താറില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താർപുര കോറിഡോറിൻ്റെ ഉദ്ഘാടന സമയത്ത് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇമ്രാൻഖാൻ നിയാസി എന്നാണ്. അതായത് ബംഗ്ലാദേശിൻ്റെ സമയത്ത്, ബംഗ്ലാദേശ് വിഭജനകാലത്ത് ആ കരാറിൽ, വിഭജനത്തിൽ പരാജയപ്പെട്ട പാകിസ്ഥാൻ സേനയുടെ ഭാഗമായ ആ കരാറിൽ ഒപ്പുവെച്ച നിയാസി എന്ന പട്ടാള ഉദ്യോഗസ്ഥനെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി, അയാളുമായിട്ടുള്ള ഇമ്രാൻഖാൻ്റെ ബന്ധം ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പരാമർശം. അതിന് മുൻപോ പിൻപോ ഇമ്രാൻഖാനെ ലോകത്താരും ഇമ്രാൻഖാൻ നിയാസി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമത്തോടുകൂടി വിശേഷിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമേ ഏതൊരു പരാമർശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്താവനയോ നരേന്ദ്രമോദി നടത്താറുള്ളൂ. അത് അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരൻ്റെ മിടുക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇസ്രായേൽ പാർലമെൻറ്റിൽ നടത്തുകയുണ്ടായി. കുമാർജിയുടെ വീഡിയോ നിങ്ങൾ കാണണമെന്ന് ഞാൻ വീണ്ടും പറയുന്നതിൻ്റെ ഒരു കാരണം, അത്തരത്തിലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയാണ് ഈ ഭീകരവാദത്തെ സംബന്ധിച്ച്. ഇവിടുന്ന് പോയപ്പോൾ നമ്മുടെ പ്രിയങ്ക വാദ്രയോ പ്രിയങ്ക ഗാന്ധിയോ, ഇപ്പോൾ പേര് മാറ്റിയെന്ന് തോന്നുന്നു, പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിക്ക് സൗജന്യമായ ഒരു ഉപദേശം നൽകിയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഗാസയിലെ ഹമാസിനെക്കുറിച്ചെന്നല്ല, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയെക്കുറിച്ച് പറയണം, ഗാസയിലെ ദുരിതങ്ങളെക്കുറിച്ച് പറയണം, മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പറയണം. തീർച്ചയായിട്ടും അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ ഉപദേശത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ പാർലമെൻറ്റിൽ ഹമാസ് 2023 ഒക്ടോബർ 7 കാട്ടിക്കൂട്ടിയ ഭീകരവാദത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പരാമർശിച്ചു. തന്നെയുമല്ല, അതിനെ നമ്മുടെ രാജ്യത്ത് മുംബൈ ഭീകരാക്രമണവുമായി താരതമ്യം ചെയ്ത് അവിടെ ലിയോപോൾ കഫേൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഇസ്രായേലി പൗരന്മാരെയും അനുസ്മരിച്ച് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ പ്രിയങ്കയുടെ ഉപദേശം ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹം ആഞ്ഞടിച്ചിട്ടുണ്ട്. വിശദമായ വാർത്ത ഞാൻ വീണ്ടും പറയുന്നു, കുമാർജിയുടെ വീഡിയോ കാണുക നിങ്ങൾ. കാരണം വളരെ വിശദമായി തന്നെ അദ്ദേഹം അതിൽ പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവന വിശകലനം ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ, കൗതുകകരമായ കാര്യങ്ങൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ, അതിൽ ആദ്യത്തെ കൗതുകകരമായ കാര്യം, കൗതുകകരമെന്നുള്ളതല്ല, വളരെ ചരിത്രപ്രസക്തമായിട്ടുള്ള, കൗതുകകരമെന്നുള്ളതിലുപരി ചരിത്രപ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഭാരതത്തിൽ അഭയം തേടിയെത്തിയ ജൂത സമൂഹങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശമാണ്. അത് മഹാരാഷ്ട്രയിലും മുംബൈയിലും കൽക്കട്ടയിലുമുള്ള ബാഗ്ദാദി ജൂതന്മാരാവട്ടെ, മഹാരാഷ്ട്രയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബനി ഇസ്രായേൽ ജൂതവംശജരാവട്ടെ, കൊച്ചിയിലെ ജൂതന്മാരാകട്ടെ, നോർത്ത് ഈസ്റ്റിലെ ജൂതന്മാരാവട്ടെ, ഇവരെയെല്ലാം അവരുടെ ഗോത്രങ്ങൾ പരാമർശിച്ച് തന്നെ, നോർത്ത് ഈസ്റ്റിൻ്റെ ഗോത്രത്തിൻ്റെ പേര് ബെനെ മെനേഷ എന്നെടുത്ത് പറഞ്ഞ്, അതായത് മുംബൈയിലെ ജൂതന്മാരുടെ, മുംബൈയിലും കൊൽക്കട്ടയിലുമുള്ള ജൂതന്മാരുടെ ബാഗ്ദാദി ജൂതന്മാരെന്ന് എടുത്തു പറഞ്ഞു, മഹാരാഷ്ട്രയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജൂതന്മാരെ ബെനി ഇസ്രായേൽ എന്ന് തന്നെ അവരുടെ ഗോത്രത്തെ എടുത്തു പറഞ്ഞ്, കൊച്ചിയിലെ ജൂതന്മാരെ, അവർ പൊതുവെ അറിയപ്പെടുന്നത് കൊച്ചിൻ ജ്യൂസ് എന്ന് തന്നെയാണ്, അവിടെയും ഈ ജൂതന്മാരുടെ ഗോത്രങ്ങളെ എല്ലാം എടുത്തു പറഞ്ഞ് അദ്ദേഹം ഈ നടത്തിയ പരാമർശം എന്തുകൊണ്ടാണ് എന്നുള്ളത് നാം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ, ഈ ഓരോ ഗോത്രത്തെയും പ്രത്യേകമായി തിരഞ്ഞു പിടിച്ച് ഇസ്ലാമിക ഭീകരവാദികൾ കാലാകാലത്ത് വംശഹത്യ ചെയ്തിട്ടുണ്ട് അറേബ്യൻ ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ അറേബ്യൻ മരുപ്രദേശത്ത്. ഇതിനെ ഒന്ന് ഓർമ്മിപ്പിക്കാനാവാം അദ്ദേഹം ഭീകരവാദത്തോടുള്ള എതിർപ്പിനെ ഇസ്രായേലും ഇന്ത്യയും ഒരുമിച്ച് എതിർക്കുന്നു എന്ന പ്രസ്താവനയ്ക്കൊപ്പം തന്നെ ചേർത്ത് ഈ ഗോത്രങ്ങളെ പ്രത്യേകം പരാമർശിച്ച് അദ്ദേഹം ഇസ്രായേൽ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മറ്റൊരു കൗതുകകരമായ വസ്തുത, ഈ ഗോത്രങ്ങളെ അനുസ്മരിക്കുന്നതിനിടയിൽ കൊച്ചിയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞത് കേരളം എന്നാണ്, കേരള എന്നല്ല. ഇവിടെ
കേരളത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റിയപ്പോൾ ഇനി നരേന്ദ്രമോദി അതെങ്ങനെ ഉച്ചരിക്കും എന്ന് പറഞ്ഞു. പിണറായി വിജയൻ ഉച്ചരിക്കുന്നതിന് മുമ്പ് നല്ല അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ കേരളം എന്ന നാമം അദ്ദേഹം ഉച്ചരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേക ഉദ്ദേശമില്ലാതെ ഒരു കാര്യത്തിലും നരേന്ദ്രമോദി പ്രസ്താവനകൾ നടത്താറില്ല. അതൊരു കൗതുകകരമായിട്ടുള്ള വസ്തുതയായിരുന്നു. പിന്നെ മേജർ ദൽപത് സിംഗിനെ കുറിച്ച് ഹാഫയിലെ വീരൻ എന്നറിയപ്പെടുന്ന, ഹാഫയല്ല ഹൈഫയാണ്, ക്ഷമിക്കണം, സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒരു തെറ്റുണ്ടായതാണ്. ഹൈഫയിലെ വീരൻ എന്നറിയപ്പെടുന്ന ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇസ്രായേലിൻ്റെ മണ്ണിൽ പൊരുതി വീരമൃത്യു വരിച്ച മേജർ ദൽപത് സിംഗിനെ അനുസ്മരിച്ചത് അതൊരു കൗതുകകരമായിട്ടുള്ള എന്നാലും ഓർമ്മകൾ ഉണർത്തുന്ന, ഇസ്രായേലിലെ ജൂതന്മാർക്ക് വളരെയധികം ബഹുമാനം ഭാരതീയ സൈനികരോടുണ്ട്. സ്മാരകങ്ങൾ തന്നെ അവിടെ പണിയപ്പെട്ടിട്ടുണ്ട് ഭാരതീയ സൈനികർക്ക് വേണ്ടിയിട്ട്. കാരണം ഇസ്രായേലിന് വേണ്ടി പോരാടി ജൂതന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവൻ ബലി നൽകിയ ഭാരതീയ സൈനികരുടെ പേരിൽ സ്മാരകങ്ങൾ തന്നെ അവിടെ ഉയർന്നിട്ടുണ്ട് നിരവധി കാലമായിട്ട്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ നരേന്ദ്രമോദിയുടെ 2017 ഇസ്രായേൽ സന്ദർശനത്തിൽ അദ്ദേഹം ആ സ്മാരകങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കുകയും നീണ്ട പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകളോ അതേ സംബന്ധിച്ച് നടത്തുകയും ചെയ്തിരുന്നു. വീണ്ടും ഇസ്രായേൽ പാർലമെൻറ്റിൽ ആ ഓർമ്മകൾ അദ്ദേഹം പുതുക്കുകയും മേജർ ദൽപത് സിംഗിനെ പ്രത്യേകമായി അനുസ്മരിക്കുകയും ചെയ്തു. അതും ഒരു പ്രസക്തമായ വസ്തുതയായി തോന്നി. ഇനി മറ്റൊരു വിഷയം അദ്ദേഹം പരാമർശിച്ചത് നമ്മുടെ JFR ജേക്കബിനെ കുറിച്ചാണ്. JFR ജേക്കബ് ആരാണ് എന്ന് പലർക്കും അറിയില്ലായിരിക്കാം. മേജർ JFR ജേക്കബ് എന്ന് പറയുന്നത് മനേക്ഷായുടെ പ്രതിനിധിയായി ബംഗ്ലാദേശി വിഭജനം സാധ്യമാക്കിയ, അതായത് നിയാസിയെ ആത്യന്തികമായിട്ടുള്ള കീഴടങ്ങലിന്, നേരത്തെ പറഞ്ഞല്ലോ നിയാസിയെ ആത്യന്തികമായ കീഴടങ്ങലിന് വിവശനാക്കിയ പട്ടാള ഉദ്യോഗസ്ഥനാണ് JFR ജേക്കബ്. അദ്ദേഹം ഒരു ജൂതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും നരേന്ദ്രമോദി ഇസ്രായേലി പാർലമെൻറ്റിൽ പരാമർശിച്ചിരുന്നു. ഇതിലൊക്കെ കൗതുകകരമായൊരു വസ്തുത, അദ്ദേഹം ഒരു പഴമൊഴി അല്ലെങ്കിൽ ഒരു ജൂത ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ചൊല്ല് ഇസ്രായേൽ പാർലമെൻറ്റിൽ എടുത്തുപയോഗിച്ചു. അതായത് ഒരുവൻ ഒരു മനുഷ്യജീവനെ രക്ഷിച്ചാൽ അവൻ ലോകം മുഴുവൻ രക്ഷിച്ചതുപോലെയാണ്, അല്ലെങ്കിൽ ലോകം മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാണ് ഒരുവൻ ഒരു മനുഷ്യജീവനെ രക്ഷിക്കുന്നത് എന്നുള്ളൊരു പഴയ പ്രയോഗം, പഴഞ്ചൊല്ല് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു വാക്യം, ആപ്തവാക്യം എന്ന് തന്നെ പറയാം. കാരണം ദൈവിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ആപ്തവാക്യമാണത്. ഈ വാക്യം അദ്ദേഹം ഉദ്ധരിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായി. അതൊരു കൗതുകകരമായ വസ്തുതയാണ്. കാരണം ഈ ഒരു വാക്യം ഈ ഭീകരവാദ സംബന്ധമായിട്ടുള്ള പ്രസ്താവനകളും പ്രസക്തമായ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോഴും ഈ ജീവൻ സംരക്ഷണം എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ഉയർത്തിയതെന്ന് വേണമെങ്കിൽ ഉപരിതലത്തിലുള്ള ഉപരിപ്ലവമായ ഒരു വീക്ഷണത്തിൽ നമുക്ക് തോന്നാം. പക്ഷേ എനിക്ക് തോന്നുന്ന മറ്റൊന്നാണ്. കാരണം ഈ ഒരു ആപ്തവാക്യമുണ്ടല്ലോ, ഒരുവനൊരു ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ലോകം മുഴുവൻ രക്ഷിച്ചതുപോലെയാണ്, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ രക്ഷിച്ചതുപോലെയാണെന്നുള്ള ആപ്തവാക്യം ഏറെക്കാലമായി പ്രചാരത്തിലുള്ളത് ഖുറാനിൽ ഉള്ള വാക്യമായിട്ടാണ്. ഖുറാനിൽ ആ ഒരു വാക്യമുണ്ട്, പക്ഷേ അതിൻ്റെ ആന്തരികാർത്ഥമോ അല്ലെങ്കിൽ വിശകലനമോ ഒരു ഇസ്ലാമിനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ രക്ഷിച്ചാൽ ലോകം മുഴുവൻ രക്ഷിച്ചതുപോലെയാണ് എന്നുള്ളതാണെന്നാണ് വിമർശകർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഉദ്ഭവം അല്ലെങ്കിൽ യഥാർത്ഥ സ്രോതസ് ഖുറാനല്ല. ഖുറാൻ ഇത് മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് 2 ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്, അടിച്ചു മാറ്റിയതെന്ന് ഞാൻ പറയുന്നില്ല, പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുമല്ലോ, ഖുറാനിൽ ഉൾപ്പെട്ടതാണ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയതാണ് ഈ ആപ്തവാക്യം. യഥാർത്ഥ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂയിഷ് മനേഷ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അതിലെ ഷാൻഹെഡ്രിൻ 4:5 അതിലും താൽമുഡിലും ഈ ആപ്തവാക്യം കടന്നു വരുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളാണ് ഈ ആപ്തവാക്യത്തിൻ്റെ യഥാർത്ഥ സ്രോതസ് അല്ലെങ്കിൽ ഉദ്ഭവസ്ഥാനം. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആണ്, ഇൻസ്പയർഡായിട്ടാണ്, കോപ്പി അടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഇൻസ്പയർഡായിട്ടാണ് ഖുറാനിൽ ആ ആപ്തവാക്യം വന്നത്. അപ്പോൾ അതിനെ ഒന്ന് സൂചിപ്പിക്കാനാണോ അദ്ദേഹം ഇത് ഇസ്രായേൽ പാർലമെൻറ്റിൽ തന്നെ ഈ ആപ്തവാക്യം ഉദ്ധരിച്ചത് എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. പക്ഷേ എന്തായാലും ഇത് സംബന്ധിച്ചൊരു ചർച്ച നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം
മുട്ടിന് ഇസ്ലാമിക പണ്ഡിതരെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഈ ആപ്തവാക്യം. ഇത് ഖുറാനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉത്ഭവം, യഥാർത്ഥ സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകുവാൻ നരേന്ദ്രമോദിയുടെ ഇസ്രായേലി പാർലമെൻറ്റ് പ്രസംഗം ഒരു പ്രചോദനമാകുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാരണമാകുമെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു നല്ല നേതാവാണ്, അതിലും നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, അതിലും നല്ലൊരു രാഷ്ട്രതന്ത്രജ്ഞനാണ്. പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ലാതെ ഒരു കാര്യവും ഇത്തരത്തിലുള്ള പൊതുവേദികളിൽ, ഇത്തരത്തിലുള്ള ബഹുമാന്യമായ സഭകളിൽ അദ്ദേഹം പറയാറില്ല. അപ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു ചിന്ത എന്തായാലും ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയായിരിക്കാം. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്തായാലും പുരോഗമിക്കട്ടെ, വാദപ്രതിവാദങ്ങൾ പുരോഗമിക്കട്ടെ. കാരണം ആരോഗ്യകരമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, സംവാദങ്ങൾ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളും പരിണാമങ്ങളും, വാദപ്രതിവാദങ്ങൾക്ക് ആത്യന്തികമായിട്ടുള്ളൊരു പരിണാമം ഉണ്ടാകുക എന്നുള്ളത് സംഭവ്യമായ കാര്യമേ അല്ല. കാരണം പഴയ കാലമല്ല. സഹോദരൻ പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിച്ചു തരുന്ന ഒരു എതിർഭാഗവും ഇന്ന് നിലവിലില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ആ സംവാദത്തിൻ്റെ പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് വിവിധ ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരും. അവയിൽ നിന്ന് പ്രേക്ഷകരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ശ്രോതാക്കളുടേതായിട്ടുള്ള സത്യങ്ങൾ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചാൽ അതും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമേ ആത്യന്തികമായി പരിണമിക്കൂ. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകട്ടെ. ശ്രീ നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ പാർലമെൻറ്റിലെ പ്രസംഗം പൂർണ്ണ രൂപത്തിൽ വിവിധ വീഡിയോകളായി പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമേ ന്യൂസ് എത്തിക്കുന്നതാണ്. പക്ഷേ അതിനിടയ്ക്ക് ചില കൗതുകകരമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. വീണ്ടും പറയുന്നു, ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് കുമാർജിയുടെ വിശദമായിട്ടുള്ള വിശകലനം കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. വാദപ്രതിവാദങ്ങൾ തുടരട്ടെ. അതിന് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ കാരണമാകുമെങ്കിൽ, അല്ലെങ്കിൽ പ്രസ്താവനകൾ കാരണമാകുമെങ്കിൽ വളരെ നല്ല കാര്യം. പ്രിയങ്ക ഗാന്ധിക്കും നന്ദി, ഉപദേശം കൊടുത്ത അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതിന്, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുവാൻ. ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രിയങ്ക ഗാന്ധിക്കും നന്ദി. പ്രിയങ്ക ഗാന്ധിക്ക് നന്ദി പറയുമ്പോൾ ഒരു ഭംഗിക്ക് നെഹ്റുവിനും നന്ദി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.